കർണാടകയിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ആയുസ് പരീക്ഷിച്ച് മന്ത്രിസഭാ വികസിപ്പിക്കൽ നീക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. ഒഴിഞ്ഞുകിടക്കുന്ന 20 മന്ത്രിസ്ഥാനങ്ങളിലേക്ക് നേതാക്കളുടെ വൻ പട തന്നെയാണ് രംഗത്തുള്ളത്. ന്യൂനപക്ഷ മുസ്ലിം പ്രീണനത്തിനും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും മുൻഗണന നൽകിയാണ് മന്ത്രിസഭാ വികസനം നടപ്പാക്കുന്നതെന്ന വിമർശനവും ശക്തമായി കഴിഞ്ഞു. കർണാടകയിൽ കാത്തിരുന്ന മന്ത്രിസഭാ വികാസം നടക്കാനിരിക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് കോൺഗ്രസിനുള്ളിൽ വൻ അണിയറ നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത നിർണായക യോഗത്തിനായി രാഹുൽ, മല്ലികാർജ്ജുന ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി DK ശിവകുമാറും സിദ്ധരാമയ്യയും തലസ്ഥാനത്തെത്തിയിട്ടുണ്ട്. നിലവിലുള്ള 20 ഒഴിവുകളിലേക്ക് 50ഓളം MLA-മാരാണ് അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും വരും തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് നിർണായക വകുപ്പുകൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് നൽകുവാനുള്ള അണിയറ നീക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ വൻ അമർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഭരണമികവോ ജാതി മേഖലാ സമവാക്യങ്ങളോ നോക്കാതെ ചില പ്രത്യേക വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. മുസ്ലിം വോട്ട് ബാങ്ക് കൈവിടാതെ കാക്കാൻ നിർണായക വകുപ്പുകൾ നൽകണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ താൽപര്യങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്നതിന് തുല്യമാണെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. മന്ത്രിസ്ഥാനം ലഭിക്കാത്ത മുതിർന്ന നേതാക്കളും വിവിധ സാമുദായിക പ്രതിനിധികളും പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായ നിലപാടുകളിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കസേരകളിക്കായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർണാടക കോൺഗ്രസ് നേതൃത്വം ജനകീയ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുഖം തിരിക്കുകയാണ്. ഗ്രൂപ്പ് വഴക്കുകളും പ്രീണന രാഷ്ട്രീയവും കർണാടക ഭരണത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുമെന്നുറപ്പാണ്. ജനം, ഡൽഹി.